Module 1 Logistics and Supply Chain Management Part 4 Significance or Objectives of Logistics Management. ഇവിടെ 5 ഒബ്ജക്റ്റീവ്സ് ആണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിന് മെയിനായിട്ട് വരുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, എഫിഷ്യൻറ്റ് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, കോമ്പറ്റേറ്റീവ് എഡ്ജ്, effective communication system, sound inventory management. First one is cost reduction and profit maximization. Logistics management results in cost reduction and profit maximization due to improved material handling, safe, speedy and economical transportation, optimum number and convenient location of warehouses. ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ ഇംപ്രൂവ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതായത് മെറ്റീരിയൽസിന് അതിൻ്റെ ഒറിജിനൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡിലേ ഒന്നും കൂടാതെ കറക്റ്റായിട്ട് എത്തിക്കാനായിട്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്, സ്പീഡി ആൻഡ് എക്കണോമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ, മാക്സിമം പെട്ടെന്ന് ഓർഡേഴ്സിനെ റിസീവ് ചെയ്യുകയും അതുപോലെ ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ്. അതിലൂടെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ പെട്ടെന്ന് സ്പീഡി ആയിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കുന്നു. പിന്നെ പറയുന്നത് ഒപ്റ്റിമം നമ്പർ ആൻഡ് കൺവീനിയൻറ്റ് ലൊക്കേഷൻ ഓഫ് വെയർ ഹൗസസ്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ നിയർ ബൈ ആയിട്ട് വേണം അതിൻ്റെ വെയർ ഹൗസസ് ലൊക്കേറ്റ് ചെയ്യാൻ. കാരണം എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്നും മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് മെറ്റീരിയൽസിനെ പ്രൊഡക്ഷന് വേണ്ടി എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്പീഡും അതുപോലെ തന്നെ സേഫായിട്ടും മെറ്റീരിയൽസിനെ എത്തിക്കുന്നതിലൂടെ കറക്റ്റ് ടൈമിൽ പ്രൊഡക്ഷൻ ഫിനിഷ് ചെയ്യാനും അതിലൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇവിടെ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. കോസ്റ്റ് റിഡക്ഷനിലൂടെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പറയാം. കോസ്റ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് സെയിൽസ് പ്രൈസ് ഓർ സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇവിടെ ജസ്റ്റ് എങ്ങനെയാണ് കോസ്റ്റ് റിഡക്ഷനിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ സെയിൽസ് പ്രൈസ്, ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന പ്രൈസ് 100 ആണ് എന്ന് വിചാരിക്കുക. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 100 ആണ്. അതിൻ്റെ കോസ്റ്റ്, അതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, അങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 ആണ് ടോട്ടൽ കോസ്റ്റ് വന്നതെന്ന് വിചാരിക്കുക. ബാക്കി വരുന്ന 50 നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സെയിൽ ചെയ്യുന്ന പ്രൈസ് 100 ആണ്, 50 നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ. ബാക്കി വരുന്ന 50 ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ ഇഫ് കോസ്റ്റ് റെഡ്യൂസ്ഡ് ബൈ 10, ദാറ്റ് ഈസ് കോസ്റ്റ് വിൽ ബി 40. കോസ്റ്റ് 10 രൂപ കുറയുകയാണെന്ന് വിചാരിക്കാം. എഫിഷ്യൻ്റായിട്ട് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതുകൊണ്ടും അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഡിലേ ഒന്നും ഇല്ലാതെ മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയതുകൊണ്ട് പവർ സപ്ലൈയും അതുപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ അതൊക്കെ കറക്റ്റ് ടൈമിൽ ഡിലേ ഒന്നും വരാതെ യൂസ് ചെയ്തതുകൊണ്ട് അത് വേസ്റ്റ് ആയില്ല. അപ്പോൾ നമുക്കൊരു 10 റുപ്പീസ് കോസ്റ്റ് കുറഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കോസ്റ്റ് 50 നിന്നും 40 ആയിട്ടുണ്ട്. സെയിൽസ് പ്രൈസ് 100 തന്നെയാണ്. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ 10 രൂപ കൂടിയിട്ടുണ്ടാവും. അതായത് സെയിൽസ് പ്രൈസ് 100 ആയിരിക്കും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് 40 ആയി, ബാക്കി വരുന്ന 60 റുപ്പീസ് നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് കോസ്റ്റ് റിഡക്ഷനിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എഫിഷ്യൻറ്റ് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. Inbound logistics helps in efficient flow of manufacturing operations due to on-time delivery of materials, proper utilization of materials and semi-finished goods in the production process and so on. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലൂടെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാനായിട്ട് ഡിലേ ഒന്നും വരാതെ തന്നെ മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഒരു മാനുഫാക്ചറിങ് കൺസേണിന് മെറ്റീരിയൽസിനെയും സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെയും കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഡിലേ ഒന്നും വരാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. സെമി ഫിനിഷ്ഡ് മെറ്റീരിയൽസ് എന്നുള്ളത് അൺഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. അതായത് ഫർദർ പ്രോസസ്സ് ബാക്കിയുള്ള പ്രോഡക്ട്സിനെയാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ
സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓഫ് കാർ. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്നാണ് ആ കാറിൽ ഫിക്സ് ചെയ്യാനുള്ള എൻജിൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാറിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ഈ കാർ മാനുഫാക്ചറിങ് കമ്പനിയിലേക്കുള്ള സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. ആ കാറിലേക്ക് ആ പ്രോഡക്റ്റ് ഫിക്സ് ചെയ്താൽ മാത്രമേ കാർ മാനുഫാക്ചറിങ് കമ്പനിക്ക് അവരുടെ ഫൈനൽ പ്രോഡക്റ്റായ കാറ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, കറക്റ്റ് ടൈമിൽ ഈ പ്രോഡക്ട്സിനെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ എൻജിനാണെങ്കിലും ആ കാറിൻ്റെ ബാക്കി എല്ലാ ഓപ്പറേഷൻസും കഴിയുന്ന ടൈമിൽ, അല്ലെങ്കിൽ എൻജിൻ ഫിക്സ് ചെയ്യേണ്ട ടൈമിൽ കറക്റ്റ് ടൈമിൽ ഡിലേ ഒന്നും കൂടാതെ ആ എൻജിൻ ആ മാനുഫാക്ചറിങ് കൺസേണിൽ എത്തുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ ഡിലേ ഒന്നും വരാതെ ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, കോമ്പറ്റേറ്റീവ് എഡ്ജ്. Logistics provides, maintain and sharpen the competitive edge of an enterprise by increasing sales through providing better customer service, arranging for rapid and reliable delivery, avoiding errors in ordering process. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലൂടെ ഉള്ള മറ്റൊരു ബെനിഫിറ്റാണ് കോമ്പറ്റേറ്റീവ് എഡ്ജ്, അതായത് കോമ്പറ്റീഷൻ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഇൻക്രീസസ് സെയിൽസ് ത്രൂ പ്രൊവൈഡിങ് ബെറ്റർ കസ്റ്റമർ സർവീസ്. കറക്റ്റ് ടൈമിൽ കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിലൂടെ സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, അറേഞ്ചിങ് ഫോർ റാപ്പിഡ് ആൻഡ് റിലയബിൾ ഡെലിവറി. ഓർഡേഴ്സ് കിട്ടി ഡിലേ ഒന്നും വരാതെ തന്നെ ഓർഡേഴ്സ് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ദെൻ അവോയ്ഡിങ് എറേഴ്സ് ഇൻ ഓർഡർ പ്രോസസ്സിങ്. ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് അവോയ്ഡ് ചെയ്യാനും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് സാധിക്കും. നെക്സ്റ്റ് വൺ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആൻഡ് എഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് എ മസ്റ്റ് ഫോർ എ സൗണ്ട് ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ആവശ്യമാണ്. Logistics management help in developing effective communication system for continuous interface with suppliers and rapid response to customer enquiries. അപ്പോൾ പ്രോപ്പർ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് അവരുടെ സപ്ലയേഴ്സുമായിട്ടും അതുപോലെ ഡെലിവറി മാൻ ആയിട്ടും പ്രോപ്പർ ഇൻ്റർഫേസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിലൂടെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് കറക്റ്റ് ടൈമിൽ റെസ്പോൺസ് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. Next one, sound inventory management. A sound inventory management is a byproduct of logistics management. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അതായത് പ്രോപ്പർ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ കറക്റ്റായിട്ട് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ചെയ്യാനും സാധിക്കുന്നു. A major headache of production management, financial management, etc. is to ensure sound inventory management, which headache is cured by logistics management. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ടൈമിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെൻറ്ററീസ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഇല്ല. അതായത് ഡിലേ ഒന്നും കൂടാതെ ട്രാൻസ്പോർട്ടേഷനിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് ടൈമിൽ ഇൻവെൻറ്ററി എത്തിക്കുക എന്നുള്ളതാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലൂടെ കറക്റ്റ് ടൈമിൽ ഇൻവെൻറ്ററി മാനേജ് ചെയ്യാനും ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നുണ്ട്. ഇത്രയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഇസ് വെയർഹൗസിംഗ് മാനേജ്മെൻറ്റ്. വെയർഹൗസസ് ആർ ക്രൂഷ്യൽ കമ്പോണൻറ്റ്സ് ഓഫ് മോസ്റ്റ് മോഡേൺ സപ്ലൈ ചെയിൻ. അപ്പോൾ സപ്ലൈ ചെയിനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് വെയർഹൗസ്. വെയർഹൗസ് എന്ന് പറയുന്നത് ഗുഡ്സ് കീപ്പ് ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. They are godowns for keeping and storing finished goods, facilitating to the marketing and distribution function of the enterprise. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഗോഡൗൺസ് ആണ്. അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഉള്ള ഗോഡൗൺസിനെയാണ് വെയർഹൗസസ് എന്ന് പറയുന്നത്. ഈ ഗോഡൗൺസിൽ നിന്നാണ് കറക്റ്റ് ടൈമിൽ മാർക്കറ്റിലേക്ക് ആവശ്യമായ ഫിനിഷ്ഡ് ഗുഡ്സിനെ അവർ സപ്ലൈ ചെയ്യുന്നത്. They are likely to be involved in various stages of the sourcing, production and distribution of goods from the handling of raw materials and work in progress through finished products.
അപ്പോൾ വെയർഹൗസിങ് പല സ്റ്റേജസിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതായത് സ്റ്റേജസ് ഓഫ് സോഴ്സിങ്, റിസോഴ്സസിനെ ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്നുണ്ട്. പ്രൊഡക്ഷൻ ചെയ്യുന്നത് വരെ മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറേജ് ഹൗസിലായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, അതായത് റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത് വരെ ആ പ്രൊഡക്ട്സിനെ സ്റ്റോർ ചെയ്യുന്നത് വെയർഹൗസസിലായിരിക്കും. അങ്ങനെ വെയർഹൗസസ് ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെയുള്ള പ്രോസസ്സുകളിൽ പല ഏരിയാസിൽ വെയർഹൗസിൻ്റെ യൂസ് വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ഇക്കണോമിക് ആൻഡ് സർവീസ് ബെനിഫിറ്റ്സ് ഓഫ് വെയർഹൗസസ്. The primary objective of most warehouses is to facilitate the movement of goods through supply chain to the end customers. വെയർഹൗസ് എന്നുള്ളത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് ഹൗസാണ്. ഇവിടെ കുറച്ച് എക്കണോമിക് ബെനിഫിറ്റ്സും സർവീസ് ബെനിഫിറ്റ്സും പറയുന്നുണ്ട്. ഫസ്റ്റ് ഇസ് എക്കണോമിക് ബെനിഫിറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ മൂവ്മെൻറ്റ് കൺസോളിഡേഷൻ, second one break bulk, next one processing and postponement. First one is movement consolidation. Reduction in transportation cost by consolidating movements. Several plants supply their products for the same customer to a warehouse, and from this warehouse the products are sent in bulk shipment to the consumers. അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുന്നുണ്ടാകും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി തന്നെ എടുക്കാം. ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്നതിന് അയൺ ആവശ്യമാണ്, പെയിൻറ്റ് ആവശ്യമുണ്ട്, അതുപോലെ എൻജിൻസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഐറ്റംസ് ആവശ്യമാണ്. ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സപ്ലയേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ 3 സപ്ലയേഴ്സും ഇത് സെയിം കസ്റ്റമറിനാണ് ഷിപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ 3 സപ്ലയേഴ്സും അവരുടെ പ്രൊഡക്ട്സ് സെയിം വെയർഹൗസിലേക്കായിരിക്കും സെൻഡ് ചെയ്യുക. ആ വെയർഹൗസിൽ നിന്നും ഈ പ്രൊഡക്ട്സ് എല്ലാം ബൾക്കായിട്ട് ഈ കസ്റ്റമറിലേക്ക് എത്തുന്നു. ഇതിലൂടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തത് ബ്രേക്ക് ബൾക്ക്. ഗുഡ്സ് ഫ്രം എ പ്ലാൻ ഫോർ വേരിയസ് കസ്റ്റമേഴ്സ് ആർ ഷിപ്ഡ് ടു എ വെയർഹൗസ്, obtaining the benefit of bulk shipment and then sent to customer in small quantities as per their requirements. അപ്പോൾ മൂവ്മെൻറ്റ് കൺസോൾട്ടേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ബ്രേക്ക് ബൾക്കിൽ വരുന്നത്. അവിടെ 3 സപ്ലയേഴ്സിൽ നിന്നും സെയിം ആയിട്ടുള്ള ഒരു കസ്റ്റമറിലേക്കായിരുന്നു പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് സെയിം അല്ലെങ്കിൽ സിംഗിൾ സപ്ലയറിൽ നിന്നും ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിലേക്കാണ് പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നത്. അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കും, ആ കമ്പനിയിൽ നിന്നും ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ട പ്രൊഡക്ട്സ് ഒരു വെയർഹൗസിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റോറേജ് ഹൗസിൽ നിന്നും ഓരോ കസ്റ്റമേഴ്സിനും ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് ഈ പ്രൊഡക്ട്സ് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഷിപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൾക്കായിട്ട് വെയർഹൗസിലേക്ക് ഷിപ്പ് ചെയ്യുന്നതിലൂടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രോസസ്സിംഗ് ഓർ പോസ്റ്റ്പോൺമെൻറ്റ്. Products are committed to a customer are sent to a warehouse as per order labels. നമുക്കറിയാം ഓരോ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് അവരുടെ ലേബൽ, അതായത് അവരുടെ അഡ്രസ്സ്, പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടായിരിക്കും വെയർഹൗസിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് ഓരോരുത്തർക്ക് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതാണ് പ്രോസസ്സിംഗ് ഓർ പോസ്റ്റ്പോൺമെൻറ്റിൽ വരുന്നത്. ഇനി വരുന്നത് സർവീസ് ബെനിഫിറ്റ്സ് ഓഫ് വെയർഹൗസസ്. ഫസ്റ്റ് വൺ is spot stocking, assortment, mixing. Spot stocking of products means stocking of products in strategically located warehouses during the demand sensitive period is called spot stocking. ഇവിടെ വരുന്നത് പെട്ടെന്ന് ഡെലിവറി ചെയ്യാനായിട്ട് വെയർഹൗസസിൽ ഇപ്പോൾ സീസണൽ ആയിട്ടുള്ള ഐറ്റംസ്, അംബർല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മഴക്കാലത്താണ് കൂടുതൽ യൂസ് ചെയ്യുക അല്ലേ, അതിന് ഡിമാൻഡ് കൂടുന്നത് ആ ടൈമിലായിരിക്കും. അപ്പോൾ ആ ടൈമിലേക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഡിമാൻഡ് വരുമ്പോൾ പെട്ടെന്ന് എത്തിക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് അതിനെ സ്റ്റോക്ക് ചെയ്യുന്നതിനെയാണ് സ്പോട്ട് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഡിമാൻഡ് വരുമ്പോൾ സ്പോട്ടിൽ അതിനെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് വൺ അസോർട്ട്മെൻറ്റ്. അസോർട്ട്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സ് എനേബിൾസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ കസ്റ്റമർ, അതായത് റീറ്റെയിലേഴ്സ്, ടു ചൂസ് വാട്ട് ദേ വാണ്ട്. അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പല മാനുഫാക്ചറേഴ്സിൽ നിന്നുള്ള പ്രോഡക്ട്സിനെ കൊണ്ടുവന്നിട്ട് സപ്ലയേഴ്സിന് ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട മാനുഫാക്ചറിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ പല വെറൈറ്റി ഓഫ് ബ്രാൻഡ്സ് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പല സപ്ലയേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ഒരു പ്രൊഡക്റ്റ് തന്നെ പല സപ്ലയേഴ്സിൻ്റെ അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ചൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ അസോർട്ട്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, മിക്സിംഗ്. Products from different plants are received and combinations are prepared as per orders. ഇപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ദിവാലി ടൈമിൽ സ്വീറ്റ്സ് പാക്ക് ചെയ്യുന്നത്. സ്വീറ്റ്സ് പല ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഒരു ബോക്സിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് നടക്കുന്നത് ഈ സെയിം സ്വീറ്റ്സിനെ പല മാനുഫാക്ചറേഴ്സിൽ നിന്നും ആ ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഓരോ ബോക്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് ആയിട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെയും. എന്താണ്, പല പ്രൊഡക്ട്സിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് അതിനെ കമ്പൈൻ ചെയ്ത് ഡെലിവറി ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ബെനിഫിറ്റ്സ് ഓഫ് വെയർഹൗസിംഗ്. ടൈപ്പ് ഓഫ് വെയർഹൗസസ്. ഫസ്റ്റ് വൺ is private warehouses. These are owned and managed by the channel suppliers and sellers. It is used exclusively for their own distribution activities. അപ്പോൾ പ്രൈവറ്റ് വെയർഹൗസസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പ്രൈവറ്റ് പാർട്ടീസ് ആണ് ഓൺ ചെയ്യുന്നത്. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് വെയർഹൗസസ്. എക്സാമ്പിൾ, there are houses constructed by farmers and producers near to their fields, houses, and are managed by wholesalers and retailers near to their selling centers, manufacturers near to their production units. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫാമേഴ്സ്, കർഷകർ അവരുടെ പ്രോഡക്റ്റ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫീൽഡിൻ്റെ, അതായത് വയലുകളുടെ സൈഡിൽ തന്നെ ചെറിയ കുടിലുകൾ പോലെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അവർ കൃഷി ചെയ്ത് കിട്ടുന്ന ആ പ്രൊഡക്ട്സ് അതിലാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ മാനുഫാക്ചറേഴ്സും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ അടുത്ത് തന്നെ വെയർഹൗസിൽ സ്റ്റോർ ചെയ്യാനാണ് പ്രൈവറ്റ് വെയർഹൗസസ് യൂസ് ചെയ്യുന്നത്. Major benefit of private warehousing include control, flexibility, cost and other intangible benefits. അപ്പോൾ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഓൺ കൺട്രോളിലായിരിക്കും ആ വെയർഹൗസസ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ രീതിയിൽ ആ വെയർഹൗസസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാം. കോസ്റ്റ് റിഡക്ഷൻ, ഇതിലൂടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വെയർഹൗസിൻ്റെ റെൻറ്റും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ ഓൺ വെയർഹൗസസ് ആണ്. ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ആണ് പ്രൈവറ്റ് വെയർഹൗസിലൂടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കിട്ടുന്നത്. അടുത്തത് പബ്ലിക് വെയർഹൗസസ്. These are warehouses owned by government, semi-government bodies and made available to private firms to store goods on payment of rent. പ്രൈവറ്റ് വെയർഹൗസസിൽ നമ്മൾ പറഞ്ഞു അവിടെ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവും, കാരണം അവരുടെ ഓൺ വെയർഹൗസസ് ആയതുകൊണ്ട് അതിന് റെൻറ്റ് പേയ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വെയർഹൗസസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസിന് യൂസ് ചെയ്യാം, പക്ഷേ ഒരു പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് പേയ്മെൻറ്റ് ഇവിടെ ഉണ്ടാകും. The public warehouses are usually set up to help small traders who are not in a position to have their own warehouses due to financial constraints. അപ്പോൾ ചെറിയ ട്രേഡേഴ്സിന് അവരുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് വെയർഹൗസസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ചെറിയ ട്രേഡേഴ്സിന് അവർക്ക് സ്വന്തമായിട്ട് വെയർഹൗസ് കീപ്പ് ചെയ്യാനുള്ള പൊസിഷൻ ആയിരിക്കില്ല, ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പബ്ലിക് വെയർഹൗസസ് മെയിനായിട്ട് ഗവൺമെൻറ് കീപ്പ് ചെയ്യുന്നത്. They can be used by any other company or organization or individual public on fulfilling certain conditions and terms of payment. അപ്പോൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ ഏതൊരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനായിക്കോട്ടെ, പബ്ലിക്കിനായിക്കോട്ടെ, കമ്പനികൾക്കായിക്കോട്ടെ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ വെയർഹൗസസ് യൂസ് ചെയ്യാവുന്നതാണ്. To promote trade and industry, central or state government come forward to cater storage needs of traders or retailers. അപ്പോൾ ഇൻഡസ്ട്രീനെയും ട്രേഡിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ് പബ്ലിക് വെയർഹൗസസ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കീപ്പ് ചെയ്യുന്നത്. എനിവൺ ക്യാൻ അവൈൽ ദിസ് ഫെസിലിറ്റി ഈസ് ടു സോൾവ് വിത്ത് ഷോർട്ട് ടേം ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ആൾക്കും അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. Retailers sometimes due to increased sales even find their private warehouses insufficient, or if their facilities have reached a maximum capacity, if they are making a huge purchase of products for some reasons. അപ്പോൾ പബ്ലിക് വെയർഹൗസസ് പ്രൈവറ്റ് പാർട്ടീസും യൂസ് ചെയ്യാറുണ്ട്. ചില ടൈമിൽ
അവർക്ക് പുറത്തുനിന്ന് ഹ്യൂജ് പർച്ചേസ് ചെയ്യേണ്ട സമയങ്ങൾ വരികയാണെങ്കിൽ അവരുടെ സ്റ്റോറേജ് ഹൗസ് ഫില്ലായിട്ടുള്ള അവസ്ഥകൾ വന്നാൽ അങ്ങനെയുള്ള സമയത്താണ് അവർ പബ്ലിക് വെയർ ഹൗസസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബോണ്ടഡ് സ്റ്റോറേജ്. These warehouses are owned, managed and controlled by government as well as private agencies. അപ്പോൾ ഗവൺമെൻറ്റും പ്രൈവറ്റ് ഏജൻസീസും മിക്സ് ആയിട്ട് നടത്തുന്ന വെയർ ഹൗസസ് ആണ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഹൗസസ് ആണ് ബോണ്ടഡ് സ്റ്റോറേജ്. Bonded warehouses are storage facility used to store imported goods for which import duty is still to be paid. അപ്പോൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, പക്ഷേ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യുന്നത് വരെ ഈ പ്രോഡക്ട്സ് കീപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ബോണ്ടഡ് വെയർ ഹൗസസ് ചെയ്യുന്നത്. The bonded warehouses run by private agencies have to obtain license from government. അപ്പോൾ ഇത് റൺ ചെയ്യുന്നത് ചിലപ്പോൾ പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബോണ്ടഡ് വെയർ ഹൗസസ് ഓൺഡ്, കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ആസ് വെൽ ആസ് ഗവൺമെൻറ് ഏജൻസീസ് എന്ന് പറയുന്നത്. These warehouses are usually found near the ports and are usually owned by dock authorities. അപ്പോൾ ഇത് കണ്ടുവരുന്നത് മെയിനായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇറക്കുന്ന പോർട്ടുകളിലായിരിക്കും. അതുപോലെ തന്നെ ഡോക്ക് അതോറിറ്റീസ്, അവിടുത്തെ അതോറിറ്റീസ് ആയിരിക്കും ഇത് ഓൺ ചെയ്യുന്നത്. ബോണ്ടഡ് വെയർ ഹൗസസ് ആർ സബ്ജക്റ്റ് ടു ടൈപ്സ് ഓഫ് ടാക്സസ്, എക്സൈസ് ഡ്യൂട്ടി ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി. നമുക്കറിയാം ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് കൊടുക്കേണ്ട ഡ്യൂട്ടീസാണ് എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും. അപ്പോൾ അതൊക്കെ പേ ചെയ്യുന്നത് വരെ കീപ്പ് ചെയ്യാനുള്ള സ്റ്റോറേജ് ഹൗസസ് ആണ് ബോണ്ടഡ് സ്റ്റോറേജസ്. Next one, field warehouses. These warehouses are managed by public warehousing agency in the premises of a factory or company which needs a facility of borrowing from a bank against the certification of goods in storage. അപ്പോൾ ഫീൽഡ് വെയർഹൗസസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഗുഡ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഫീൽഡ് വെയർഹൗസസ്. പബ്ലിക് വെയർഹൗസിംഗ് ഏജൻസി ആയിരിക്കും ഇത് മാനേജ് ചെയ്തിട്ടുണ്ടാവുക. ഇൻ ദ ഫാക്ടറി ഓർ പ്രിമിസസ് ഓഫ് എ കമ്പനി, കമ്പനിയുടെ ഏതെങ്കിലും ഒരു കമ്പനീസിൻ്റെ ഫാക്ടറി പ്രിമിസസ്, അതായത് അവരുടെ ലാൻഡിലായിരിക്കും, ഏതെങ്കിലും ഒരു ഫാക്ടറിയുടെ ലാൻഡിലായിരിക്കും ഈ വെയർഹൗസസ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് സ്റ്റോറേജ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വെയർഹൗസ് യൂസ്ഡ് ടു സ്റ്റോർ ഫ്രഷ് ഓർ ഫ്രോസൺ പെറിഷബിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സീ ഫുഡ്, ഡയറി പ്രോഡക്ട്സ് എക്സെട്ര at a desired temperature to maintain the quality of product for orderly marketing. കോൾഡ് സ്റ്റോറേജസ് നമുക്കറിയാവുന്നതാണ്. പെറിഷബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് ഫ്രൂട്ട്സ് ആവാം, വെജിറ്റബിൾസ് ആവാം, സീ ഫുഡ് ഐറ്റംസ്, അതായത് ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, കേർഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൾഡ് സ്റ്റോറേജസ് യൂസ് ചെയ്യുന്നത്. ദെൻ കോപ്പറേറ്റീവ് വെയർഹൗസസ്. As the name implies, these warehouses are owned, managed and controlled by cooperative societies. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെയർഹൗസസ് ആണ് കോപ്പറേറ്റീവ് വെയർഹൗസസ്. These societies provide storage facilities on the most economical rates to their members only. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് വെയർഹൗസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ വെയർഹൗസസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. The basic purpose to run such warehouses is not to earn profit but to help their members. അപ്പോൾ പ്രോഫിറ്റ് എയിം ചെയ്തുകൊണ്ടുള്ള ഒരു വെയർഹൗസ് അല്ല കോപ്പറേറ്റീവ് വെയർഹൗസസ്. അവരുടെ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അവർക്കൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള റീസൺ കൊണ്ട് മാത്രമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്. This type of storage facility usually has large space, enable fast movement of large quantity of stores for short period. അപ്പോൾ ഷോർട്ട് പീരിയഡിലേക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വരുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, കൺവെൻഷണൽ വെയർഹൗസസ് ഹോൾഡ് ഗുഡ്സ് ഫോർ ലോങ് ടൈം, സേ 2 months to 1 year. അപ്പോൾ കൺവെൻഷണൽ വെയർഹൗസസ് പോലെയല്ല, കൺവെൻഷണൽ വെയർഹൗസസ് 1 year വരെ പ്രോഡക്ട്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. This warehouses basically by nature serves as a point in the distribution system at which goods are procured from different suppliers and quickly transferred to various customers. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഒരു പോയിൻ്റ് ആയിട്ട് മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസറിൽ നിന്നും ഗുഡ്സ് ക്വിക്ക്ലി കസ്റ്റമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. പെട്ടെന്ന് പ്രൊഡക്ട്സ് സപ്ലയേഴ്സിൽ നിന്നും ഈ സ്റ്റോറേജ് ഹൗസിൽ എത്തിക്കുകയും അതുപോലെ തന്നെ ആൻഡ് സ്പീഡി ട്രാൻസ്ഫർ ഓഫ് ദിസ് പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സ്. These centers provide computerized control which make movement of goods quick, fast and reliable.
അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസിനെ പോലെയല്ല, ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോളാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇവിടെ പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.